അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. 2 ദിവസം മുന്നേ ആരിഫ് ഹുസൈൻ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈവിൻ്റെ പേരാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, കോൾ എ സൈനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് അതിന് പറ്റിയ ഒരു തെളിവുകളുമാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, സൈനിസ്റ്റ് പ്രസ്ഥാനം ലോകത്തിന് എക്സിസ്റ്റ് ആണോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഞാനപ്പോൾ ആ ലൈവിൽ സംസാരിച്ച ഓഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിക്കാം. We have Hello. call. Yep. Rebecca. Rebecca. Hello. Hussein. Yeah, I have some questions about the Zionism. If you are a real Jew, you can answer to this. Are you okay to be with that? May I know you? Yeah, I'm falling from India. India. Hi. Jai Hind. Yeah, Jai Hind, but Israel is a fatherland and India is motherland. Fatherland. Motherland. Okay. Israel is their fatherland, and India their motherland. ഫാദർലാൻഡ് മദർലാൻഡ് എന്ന് പറയുന്നത് ഞാനല്ല ആരിഫെ, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ That's what men say. So I have some question about Zionism. So asking to Rebecca. Rebecca, what do you think about this Zionism? What? Very good. What do you think? What? ചോദ്യം ചോദിച്ചത് നിങ്ങൾ കേട്ടല്ലോ. ഞാനാ ചോദിച്ചത് വാട്ട് യു തിങ്ക് അബൌട്ട് സൈനിസം, എന്താണ് നിങ്ങൾ സൈനിസത്തെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്, എന്താണ് സൈനിസം, അതാണ്. അപ്പോൾ ആരിഫ ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കേട്ടോക്കാം. What do you think? What do you mean about this Zionism? I didn't understand the question. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല. ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് തന്നെ വാട്ട് യു മീൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് സൈനിസം, അതായത് വാട്ട് യു മീൻ അബൌട്ട് സൈനിസം, സൈനിസത്തെ പറ്റിയിട്ട് നിങ്ങൾ അർത്ഥമാക്കിയിട്ടുള്ളത് എന്താണ്, മീൻ അർത്ഥം. ഓക്കെ, I'll let you know. Shall I tell you? What? Yeah. Okay. Do you believe in the existence, the right to exist? ചോദ്യത്തിന് ഉത്തരം പറയാതെ അടുത്ത ചോദ്യമാണ്, ഡു യു ബിലീവ് റൈറ്റ് ടു എക്സിസ്റ്റൻസ്, നിങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് തിരിച്ചിങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ചോദ്യം ഞാൻ പറഞ്ഞത് രണ്ടിനും മനസ്സിലായിട്ടില്ല. വാട്ട് ഡസ് ഇറ്റ് മീൻ സൈനിസം? For Israel? No. You don't believe in that? Because Zionism. No, I'm asking you a because, question. Do you believe in the right? Do you believe in the right of existence for Israel? No, because That means what? Israel shouldn't exist. Yeah, because Israel before shouldn't exist. Israel. No, but let me No, tell you. you just answer me the question. എന്നെ കൊണ്ട് പറയാൻ അനുവദിക്കുന്നില്ല. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഷുഡൻ ബി എക്സിസ്റ്റ്, ഇസ്രായേൽ ഷുഡൻ ബി എക്സിസ്റ്റ്, ഇസ്രായേൽ നിലനിൽപ്പില്ലേ? അപ്പം ഞാൻ പറയുന്നുണ്ട് നോ എന്ന് പറയുന്നുണ്ട്, എന്നിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻസർ മീ. ഞാൻ പറയാൻ എന്നെ അനുവദിക്കുന്നില്ല. ഡോണ്ട് ലെറ്റ് ഹിം ടു സ്പീക്ക്. Should Yeah, Israel I'm exist or not? Yes or no? Not. Israel Because should there are not exist. few points. Ah. Yeah, there are few points about that. First point is that the first people before the Israel was Canaan. Yeah, Canaan was the first people of the land owners before Israel came to the land. And the second point is that Zionism, it will be emerged the political movement on late 19th century among the Jewish community in the Europe. So Rebecca, are you the real Jew who you believe in the Torah? Did you ever read Canaanite's texts? അപ്പോൾ അടുത്ത ചോദ്യമാണ് മദാമയുടെ, ഞാൻ കനാനിറ്റി പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ തെളിവുകൾ ഞാനിവിടെ കൊടുക്കാം നിങ്ങൾക്ക്. കാനാൻ ആൾക്കാരുടെ ഭൂമിയായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന യഹൂദൻ വരുന്നതിന് മുന്നേ എന്നുള്ളത് തോറയിലും ബൈബിളിലും വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാനാൻ ദേശക്കാരെ ഇസ്രായേൽ ആളുകൾ കൊല ചെയ്യുകയും അവിടെയുള്ള കുട്ടികളെയെല്ലാം കൊല ചെയ്യുകയും ആ ഇസ്രായേൽ ദൈവകൽപ്പന പ്രകാരമുള്ള രാജ്യമാണെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് സ്ഥാപിക്കുകയും ചെയ്തിട്ടാണ്. ഇത് വളരെ വ്യക്തമായിട്ടുണ്ട്. കാനാൻ ദേശക്കാരുടെ DNA-യുമാണ് ഫലസ്തീനിലുള്ള ഇപ്പോഴുള്ള ആളുകൾ എന്നുള്ള തെളിവും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൊടുക്കാം. Do you know what's Canaan? I believe the Jews Who are attack the and kill the Canaanites, Who are the people Canaanites? who lie. Who are the Canaanites? ഹൂ ആർ ദ കനാനിറ്റീസ് എന്ന് ബൈബിളും തോറയും വായിക്കുന്ന ഏതൊരാൾക്കാർക്കും മനസ്സിലാകും. കനാനിറ്റീസ് എന്നുള്ളത് അവിടെ ആദ്യമേ ജീവിച്ചിരുന്ന ആളുകളാണ്. ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു അമേരിക്കയിലുള്ള ആളുകളല്ല. അവരുടെ യഥാർത്ഥ വംശജരെന്ന് പറയുന്നത് ഈ റെഡ്
റെഡ് ഇന്ത്യൻസോ അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്, കറുത്ത വർഗ്ഗക്കാരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരുപാട് നമ്മുടെ മറ്റ് മനുഷ്യരെ പോലും കാണാത്ത, മനുഷ്യരുമായി ഇടപെടാത്ത വർഗ്ഗക്കാരായിരുന്ന അമേരിക്ക എന്ന് പറയുന്ന ആ സ്ഥലത്ത്, അതായിരുന്നു അവരുടെ ഫസ്റ്റ് ഓണർ ലാൻഡ്. ആ രാജ്യത്തിൻ്റെ ആദ്യത്തെ അവകാശം എന്ന് പറയുന്നത് അവർക്കാണ്. ഇപ്പോൾ അമേരിക്ക എന്നുള്ളത് അതിനുശേഷം അവിടെ ഇപ്പോൾ സായിപ്പ് മദാമയൊക്കെ വന്നത് അത് യൂറോപ്പിൽ നിന്ന് വന്നതാണ്. നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു രാജ്യം, യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയ ഇപ്പോഴുള്ള വെള്ളക്കാരുടെ രാജ്യമല്ല, മറിച്ച് അവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ആളുകൾ എന്ന് പറയുന്നത് മനുഷ്യരെ പോലും കാണാത്ത, അല്ലെങ്കിൽ അവർ ആദിവാസി ടൈപ്പായിട്ടുള്ള ആളുകൾ, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാട്ട് വംശജരായിട്ടുള്ള ആളുകൾ, അങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ ഒരു സ്ഥലമായിരുന്നു ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ട്രൈബ്സ് ആയിട്ടുള്ള ഗ്രൂപ്പായിട്ടുള്ള ആളുകളെ കാണാൻ പറ്റും. അതിൻ്റെ ഇടയിലേക്കാണ് യൂറോപ്യൻസും മൈഗ്രൻസും ഒരുപാട് വന്നിട്ട് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഒരു വെള്ളക്കാരെ നാടെന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. ലോകത്തിലെല്ലാ മിക്ക രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓസ്ട്രേലിയയുടെ വെള്ളക്കാർ പറയുന്നതാണ് ഞങ്ങളുടെ രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അതിന് മുന്നേ ഉണ്ടായ ആൾക്കാർ, ട്രൈബൽ ഗ്രൂപ്പേഴ്സിൻ്റെ രാജ്യമാണ് ഓസ്ട്രേലിയ. അവരാണ് ആ ഒരു രാജ്യത്തിൻ്റെ ലാൻഡ് ഓണേഴ്സ് എന്ന് പറയുന്നത്. അത് ഏതൊരു ഹിസ്റ്ററി ആയാലും. അപ്പോൾ അവരെ പോയി പഠിക്കുക, അവരാരാണെന്ന് ചോദ്യം അവിടെ പ്രസക്തമല്ല. അവരാണ് ആ ഒരു ഗ്രൂപ്പ്, അവരാണ് ആ ഒരു ലാൻഡിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കനാൻ ദേശക്കാരുടെ DNA ആണ് ഫലസ്തീനിലുള്ള ഇപ്പോഴുള്ള ആളുകൾ. അതിൻ്റെ തെളിവുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് ഭാഗങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതിന് ശേഷം നമുക്ക് ആ തെളിവുകളിലോട്ടൊക്കെ ഒന്ന് നമുക്ക് പോകാം. Land, the Canaanites are the people of the first owner of the land before existing the Israel, or the Israel came before. According to the Torah, the Israel came to Canaan land of the Jehovah instruction and killed the people and established the great Israel on that land. And you know that Zionism, it's opposition according to the Torah. You know that how many people, Jewish community oppose that Zionism? Do you have the number? The same. ചോദിക്കുകയാണ് സയനിസം എന്നുള്ളത്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അറിയൂ സയനിസത്തിന് എത്ര ജൂത വിഭാഗക്കാർ ഒപ്പോസ് ചെയ്യുന്നുണ്ട്? തോറ പ്രകാരം, തൽമൂദ് തനാക്ക പ്രകാരം സയനിസം എന്ന സിദ്ധാന്തം അത് അർത്ഥമില്ലാത്തതാണ്. ശരിക്കും പറഞ്ഞ യഹൂദരുടെ ആ ഒരു പുസ്തകപ്രകാരം അവർക്ക് യഹൂദ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള അനുവാദമില്ല. അത് ആ തെളിവുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഈ ഭാഗമൊന്ന് തീരട്ടെ, അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം രണ്ട് ചിരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം കേട്ടോ. Have you heard about Neturai Karata, Satma Hasidim, Jewish Force of Peace? No. So you're നോ എന്നാണ്. ഈ നെറ്റുറ കറൂത്ത എന്ന് പറയുന്നത് യഹൂദ ഓർത്തഡോക്സ് വിഭാഗക്കാരാണ്. അവർ ഈ സയനിസം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ എതിർക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് അവർ ഇൻസ്റ്റഗ്രാമിൽ പോവുകയാണെങ്കിൽ അവരുടെ ഒരുപാട് തെളിവുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരുണ്ട്. പിന്നെ വേറൊരു ആൾക്കാരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം സയനിസം എന്ന പ്രസ്ഥാനത്തിനെ ഒപ്പോസ് ചെയ്യുന്ന ഓർത്തഡോക്സ് യഹൂദ ആളുകളാണ്. Are you from Kerala? Denounce Neturei Karta. No. So Just one question. ഞാൻ ബാംഗ്ലൂരിലുള്ള സമയത്ത് വിളിച്ചതാണ് ആരിഫിന്. അപ്പോൾ ആ ഒരു ഇത് ഞാൻ പറയുന്നുണ്ട്. എന്നോടൊപ്പം ചോദിക്കുന്നത്, ആരിഫ് ഫ്രം കേരളത്തിൽ നിന്നുള്ളവനാണ് നീ? കാരണം കേരളത്തിലായിരിക്കും ഇസ്രായേലിനെ എതിർക്കുന്ന ആൾക്കാർ, അതുകൊണ്ട് ഹമാസിൻ്റെ ആൾക്കാരായിക്കുള്ള കേരളത്തിലുള്ളതെന്ന് വെച്ചിട്ട് ഒരു ചോദ്യമാണ്. നീ കേരളത്തിൽ നിന്നുള്ളവനാണോ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. Are you from Kerala or which state are you from? Not. Yeah, I'm from Bangalore. Bangalore, Karnataka. Kannada. Yeah. Karnataka. കന്നഡിക അതെന്തോ ഒരു ഇതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. Okay. Yeah. Please go. Okay, Neturei Karta and Satma Hasidim are the very famous Orthodox Jews. right. Was So they're like so you're saying that Neturei Karta are the OG Canaanites. yeah, they are opposing the Zionism. They are say that Zionism is not anti-Semitism. Real Jews is not. അതേ മദാമച്ചി, നെറ്റുറ കറുത്ത ഓർത്തഡോക്സ് യഹൂദ വിഭാഗം അവർ കനാനിറ്റീസിൻ്റെ ആൾക്കാരാണ്. ആ തെളിവുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ, നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണണേ. ഈ വീഡിയോ കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങൾക്ക് തെളിവുകളൊക്കെ കാണിച്ചു തരാം. No, wait. The real Jews is not accepting the Zionism. So they are the Canaanites, right? Neturei Karta are the Canaanites, right?
No, Natura Culture has that the real Jews. They have the Orthodox Jews who live in the Jerusalem. Wait, so they are the real Jews, and Palestine they are the provinces. ones that killed all the Canaanites? Yeah, they are Why real not are the Jews real because Jews that killed all they the are saying Canaanites? that three oath, the Zionism that opposing the three oath of Talmud, Ketubot 1:1a. That Zionism opposed the first oath. You know the first oath of the Jewish people? The Jewish people should not return to the land of Israel massed by the force. What the Israel should come into the land? So please tell me what's You your know how point. the Israel came into the land? So what's your point? Like, okay, so there is On one the first question, Talmud, okay? their text of Talmudic description mention the first oath is Yes, that yes, yes, Jewish yes, sir, people sir, should not sir, return to sir. the land of Israel by Sir, means sir, of one force. question, just one question. തൽമൂദിന്റെ ആദ്യത്തെ ഓത്ത് പ്രകാരം യഹൂദ വംശജര് അവരുടെ നാട്ടുകളിലേക്ക് ബൈ മീൻസ് ഓഫ് ഫോഴ്സ്, അതായത് ഫോഴ്സ് ചെയ്ത് അതായത് സൈനിക നടപടിയായോ മറ്റു കാര്യങ്ങളോ ആയിട്ടോ അവർക്കൊരു രാജ്യം സ്ഥാപിക്കുവാനോ അല്ലെങ്കിൽ രാജ്യത്തിലേക്ക് തിരിച്ചു വരാനോ പാടില്ല. ആ ഒരു സംഭവം തന്നെ തൽമൂദിന്റെ ഒന്നാമത്തെ ഓത്ത് പ്രകാരം അത് ബ്രേക്കാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Question. Why should I care what you think, sir? വൈ ഷുഡ് ഐ കെയർ വാട്ട് യു തിങ്ക് സാർ? ചോദ്യം നിങ്ങൾ കേട്ടല്ലോ. അതായത് ഒരു ക്രിസ്ത്യാനി അവൻ യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്, ബൈബിള് തള്ളുന്നുണ്ട്, എന്നിട്ട് അവനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇതുപോലെയാണ് യഹൂദരുടെ പുസ്തകം തള്ളുകയാണ്. മദാം ഈ ഒരു വീഡിയോയിൽ തള്ളുന്നുണ്ട് യഹൂദരുടെ പുസ്തകം. നമുക്കതൊന്ന് കേട്ടു നോക്കാം. What is the point? Yeah, like, why do I care? Like, it's okay, you can eat, like, you can have your theory of reality, like, but why does it matter to me, actually? This part What I'm not is your point? What is your point? There is no point. ഈ ഒരു സമയത്ത് എൻ്റെ മൈക്ക് മ്യൂട്ട് ചെയ്താണ് അവിടെ വെച്ചിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് എൻ്റെ ശബ്ദമൊന്നും കേൾക്കാൻ പറ്റാത്തത്. We agree that there were Canaanites over there, and later on, the 12 tribes came, and we have Israel. Read? Sorry? You can't read Canaanites. Do you know that Israelis can read ancient Canaanites today and understand it? Oh, yeah. Please enlighten all of us. It's the same people. So Canaanite, it's like basically As you like go. so Canaan. It's kind of like No, it's like I'm not Jews were saying called about the Palestinians. So you know how Jews were called I'm saying Palestinians about that. before the foundation of Israel. The thing is, like the Canaanites. To the Torah. No, I am saying the about Canaanites the Jewish. never called themselves Canaanites. It is കനാനൈറ്റീസ് നെവർ ദം കോൾ ആസ് കനാനിറ്റീസ്. കനാനിറ്റീസ് എന്നുള്ള കനാൻ ആളുകൾ എന്നുള്ളത് ബൈബിളിലും തോറയിലും പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ കനാനിറ്റീസ് എന്ന് വിളിക്കാൻ പറ്റില്ല എന്നാണ് മദാമയുടെ വാദം. it is an imperial name given to them by foreigners. According to the Torah. അവർക്ക് കനാനിറ്റി എന്ന പേര് നൽകിയത് ഫോറിനേഴ്സ് ആണെന്നു മദാമ പറയുന്നത് കേട്ടോ നിങ്ങൾ. ഫോറിനേഴ്സ് ആണ് കനാന ദേശക്കാർക്ക് ആ പേര് നൽകിയതെന്നാണ്. Talmud and the Bible, Canaanites are the first owner of Israel. So what? Yeah, but it's the കനാൻ ദേശക്കാരാണ് ഇസ്രായേലിന്റെ ആദ്യ ലാൻഡ് ഓണേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ആരിഫ് ഹുസൈൻ പറഞ്ഞു സോ വാട്ട് അതിനിപ്പോ എന്താ പുള്ളേ? Canaanites never called themselves Canaanites. First of all, like there is no such a thing as Canaanites. So what's the point? One example is that some of the people who. Rebecca, one second. Zionism is not anti-Semitism. And also, Tanaka suggests that the gathering of the exile happening only when the Messiah arrived. Messiah means Is it your problem though? തൽമൂദ് തനാക്ക പ്രകാരം യഹൂദർക്ക് രാഷ്ട്രം സ്ഥാപിക്കാൻ പറ്റുന്നത് മെഷിഹയുടെ വരവോടെയാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ പറഞ്ഞ കള്ളങ്ങൾ നിങ്ങളൊന്ന് കേട്ടോക്ക്. Sir, it's not your problem. It's our problem. So according to your text, it's not your problem. It's our risk. We decided to take the risk. Yeah, that's why I'm saying. That's why I'm. ഇറ്റ്സ് നോട്ട് യുവർ പ്രോബ്ലം, ഇറ്റ്സ് അവർ പ്രോബ്ലം. അവർ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് രാഷ്ട്രം സ്ഥാപിക്കുന്നത്? നിങ്ങളുടെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് രാഷ്ട്രം സ്ഥാപിക്കരുതെന്ന്. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് രാഷ്ട്രം സ്ഥാപിക്കുന്നു? അതല്ലേ ഇവിടുത്തെ വിഷയം. Sir, it's not your problem. We decided to risk. We decided to take the risk. It's none of your problem. Israel is established.
ചോദ്യം ഉത്തരം മുട്ടിക്കഴിഞ്ഞപ്പോ ദിസ് ഈസ് നോട്ട് യുവർ പ്രോബ്ലം എന്നാക്കി വയ്യ. ആരിഫ് ചോദിക്കുന്നുണ്ട്, സോ വാട്ട്? Hey, can you The close mass it, of please? Because I'm that- tired. One second. Yeah. One second. I don't want to this talk is- leave it right to You me, are leave not it to me, believing leave the it to me, Torah. leave it You to are not believing the Torah. That's leave it to me, leave it to me. that's Sir, it's not your. Rebecca, This idiot thinks he can tell me like. നമ്മള് ഇഡിയറ്റ് ആക്കിയെന്നാണ് പുള്ളിക്കാരത്തി മദാമ പറയണത്. പുള്ളിക്കാരത്തി മദാമ തോറയിൽ വിശ്വസിക്കുന്നില്ല. കാരണം തോറയും തന്നാക്ക തൽമൂദ് പ്രകാരം അവിടെ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള അവകാശം ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു തെളിവുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. How should I follow my own religion? Leave it to me. ഐ ഫോളോ മൈ ഓൺ റിലീജിയൻ. അതേത് റിലീജിയനാണ്? Leave it to me. What's Leave your it to me. religion? Can I ask you, are you a Muslim? I love Do you Muslim believe Muslims. എടാ മുസ്ലിമിനെതിരെ തിരിഞ്ഞ് അറിയ മുസ്ലിം Religious, and they were trying to save themselves from the kind of persecutions that they were facing around the world. ഈ ഒരു വാക്യത്തിൽ ആരിഫ് ഹുസൈൻ എന്നെ മിണ്ടാതെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. Including the Holocaust, including other pogroms that they were experiencing all over the world. And for that, to save themselves, they tried to come back to their homeland, which was in their history and which was always their homeland, and always they had a continuous existence of population over that area. So that was the project, and it was opposed primarily by the Orthodox Jews because that was against their religious beliefs. So when you say this, you're ഓർത്തഡോക്സ് ജ്യൂസ് എഗെയിൻസ്റ്റ് ദെയർ ഒറിജിനൽ ബിലീഫോ? അതെന്തുവാ? Your primary contradiction comes from your own statement that Zionism was not a religious project. It was purely a political project. And അത് തന്നെയല്ലേ ആരിഫ് ഹുസൈൻ ഞാൻ പറഞ്ഞത്. അത് റിലീജിയസ് പ്രൊജക്റ്റ് അല്ല, അതൊരു പൊളിറ്റിക്കൽ പ്രസ്ഥാനമാണ്. 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ പൊളിറ്റിക്കൽ പ്രസ്ഥാനമാണ്. റിലീജിയസ് ആയിട്ട് യാതൊരുവിധ ബന്ധവും അതിന് ഇല്ല. ഇപ്പൊ തന്നെ ആരിഫ് അത് സമ്മതിച്ചല്ലോ. I'm not saying this. You have the documents here. You have the documents where the first letter was written between the King Faisal and Weizmann. That's the name, I think. ഈ ജമിന് കുറച്ച് ചോദ്യങ്ങൾ ഇതിനു വേണ്ടി ചോദിക്കാം. അപ്പോൾ തൽമൂദ്, തനാക്ക, തോറ എന്നിവ പ്രകാരം യഹൂദർ അവരുടെ രാജ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവകാശമുണ്ടോ? ഉണ്ടെങ്കിൽ അതെപ്പോഴാണ്? മിശിഹ വരുമ്പോഴാണോ? അതിൻ്റെ തെളിവ് ചോദിക്കാം. നമുക്ക് തെളിവ് റെഫറൻസും ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇന്ന് നുണ പറയുകയാണ്, ജമിനി നുണ പറയുകയാണെന്നൊക്കെ പറയും. ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നത് ഇതിനെല്ലാം വിരുദ്ധതയാണോ? മൂന്നാമത്, ഫലസ്തീനിലുള്ള മുസ്ലിങ്ങളും യഹൂദും കനാൻ ദേശക്കാരുടെ DNA ആണ് എന്ന് തെളിവും റെഫറൻസും തരിക. ഈ 3 കാര്യം നമ്മൾ ജമിനിയോട് ചോദിക്കാൻ പോകുന്നു. അതിന് നമുക്ക് ജമിനി എന്ത് ഉത്തരം തരും നോക്കാം. അപ്പോൾ യഹൂദ സ്ത്രീ പറഞ്ഞതാണോ ഞാൻ പറഞ്ഞതാണോ തെറ്റ് ശരി എന്നൊന്ന് നമുക്ക് നോക്കാം. തൽമൂദ്, തനാക്ക്, തോറ പ്രകാരം തിരിച്ചുപോക്ക്. ജൂത പ്രമാണങ്ങൾ പ്രകാരം ഇസ്രായേൽ ദേശത്തേക്കുള്ള തിരിച്ചുപോക്കിനെ കുറിച്ച് 2 പ്രധാന കാഴ്ചപ്പാടുണ്ട്. തനാക്ക, തോറ ദൈവം നൽകിയ ഉടമ്പടി പ്രകാരം ഈ ദേശം ജൂതന്മാർക്ക് അവകാശപ്പെട്ടതാണെന്ന് ഇതിൽ പറയുന്നു. പ്രവാസത്തിന് ശേഷം ദൈവം അവരെ തിരികെ കൊണ്ടുവരുമെന്ന വാഗ്ദാനം ഇതിലുണ്ട്. തൽമൂദിലെ 3 സത്യങ്ങൾ എന്നറിയപ്പെടുന്ന ഭാഗം വളരെ പ്രധാനമാണ്. ഇതനുസരിച്ച് ജൂതന്മാർ ഒരു മതിലിനെ ഭേദിച്ചുകൊണ്ട് കൂട്ടമായി ഇസ്രായേലിലേക്ക് മടങ്ങാൻ പാടില്ല. അവർ താമസിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ കലാപം നടത്തരുത്. ഇപ്പം ലബനാനിലും സിറിയയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പോലെ നടത്തരുത്. മറ്റ് ജനതകൾ ജൂതന്മാരെ അമിതമായി പീഡിപ്പിക്കരുത്. ഇനി എപ്പോഴാണ് തിരിച്ചു വരേണ്ടത്? പരമ്പരാഗത ജൂത വിശ്വാസം അനുസരിച്ച് മനുഷ്യ പ്രയത്നത്തിലൂടെ എല്ലാം മറിച്ച് മിശിഹ വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള തിരിച്ചുപോക്ക് നടക്കേണ്ടത്. അതായത് പരമ്പരാഗത ജൂത വിശ്വാസ പ്രമാണം അനുസരിച്ച് മനുഷ്യരുടെ പ്രയത്നത്തിലൂടെയല്ല മറിച്ച് മിശിഹ വരുമ്പോഴാണ് യഥാർത്ഥ തിരിച്ചുപോക്ക് നടത്തേണ്ടത്. മിശിഹ വരുമ്പോൾ ദൈവിക ഇടപെടലിലൂടെ മാത്രമേ ജൂതരാഷ്ട്രം സ്ഥാപിക്കപ്പെടാവൂ എന്ന് ഹരോദി വിഭാഗത്തിൽപ്പെട്ട പല ജൂതരും വിശ്വസിക്കുന്നു. ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്ന വിരുദ്ധമാണോ? ഇക്കാര്യത്തിൽ ജൂതന്മാർക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. സയനിസ്റ്റ് വിരുദ്ധത. നത്തൂറായ് കറത്ത, സത്തമർ ഹസീദിം തുടങ്ങിയ മതപരമായ ജൂത ഗ്രൂപ്പുകൾ വിശ്വസിക്കുന്നത് മിശിഹ വരുന്നതിന് മുമ്പ് മനുഷ്യർ ഇടപെട്ട് ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നത് തൽമൂദിലെ 3 സത്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അവർ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ മതപരമായിട്ട് അംഗീകരിക്കുന്നില്ല. സയനിസ്റ്റ് അനുകൂലികൾ പറയുന്നത് ആധുനിക സയൻസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് തുടങ്ങിയത്. അത് പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഒരു രാഷ്ട്രം ഞങ്ങൾക്ക് വേണമെന്നുള്ളൊരു വാദവും തള്ളക്ക് അവിടെ പറയുന്നു.
DNA തെളിവുകൾ. പലസ്തീനിലെ മുസ്ലിങ്ങളും ജൂതന്മാർക്കും പൊതുവായ വംശപരമ്പരയുണ്ടെന്ന് ആധുനിക ജനിതക പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കാനാൻ പാരമ്പര്യം. 2020 സെൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം അനുസരിച്ച് വെങ്കല യുഗത്തിലെ കാനാൻ ദേശക്കാരുടെ DNA ഇന്നത്തെ ലെബനന്റ് പ്രദേശത്തെ ജനങ്ങൾ, ഫലസ്തീനികൾ, സിറിയക്കാർ, ലെബനീസ് വലിയ തോതിൽ കാണപ്പെടുന്നു. അത് മുസ്ലിമിൽ വലിയ തോതിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നു. പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഫലസ്തീനിയും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഈ ദേശത്തെ പുരാതന ജനതയുടെ നേരിട്ടുള്ള വംശജരാണെന്ന്. അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജൂതന്മാരും മിഡിൽ ഈസ്റ്റിലെ ഈ പുരാതന വംശങ്ങളെ ജനിതക ബന്ധം പുലർത്തുന്നു. അബ്രഹാം ചിൽഡ്രൻ പലസ്തീനികളും ജൂതന്മാരും ജനിതകമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണെന്ന് ഈ പഠനം വ്യക്തമാക്കുന്നു. അപ്പോൾ അവിടെയുള്ള യഹൂദനും ക്രിസ്ത്യാനിയും മുസ്ലിംസൊക്കെ അവിടെയുള്ള ആൾക്കാർ തന്നെയാണ്. ആ മുസ്ലിംസ് പറയുന്നത് ഇതിൽ സിറിയയിലും അതുപോലെ തന്നെ ലെബനാനിലുമുള്ള മുസ്ലിംസ്, ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ കാണാൻ പറ്റും കനാൻ ദേശക്കാരുടെ DNA ഇന്നത്തെ ലെബനൻ പ്രദേശത്തും ജനങ്ങളിൽ പലസ്തീനികൾ, സിറിയക്കാർ, ലെബനീസ് അവിടെയെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് മുസ്ലിംസിനെയാണ്. വലിയ തോതിൽ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെല്ലാം ഇന്നത്തെ കനാൻ ദേശക്കാരുടെ DNA വംശജരാണെന്ന് വളരെയധികം വ്യക്തമാക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു ചോദ്യം കൂടി ചോദിച്ചു നോക്കാം. ഇത് തൽമുദ് തനാക്ക തോറ എന്നാണ് ഇതിരിക്കണം, തോടേന്നായി പോയി. തൽമുദ് തനാക്ക തോറ പ്രകാരം അടിസ്ഥാനത്തിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള മതപരമായ വിധികൾ സങ്കീർണമാണ്. തൽമുദിലെ 3 സത്യങ്ങളാണുള്ളത്. അതായത് ഭൂരിഭാഗം ഓർത്തഡോക്സ് ജൂതന്മാരും പിന്തുടരുന്ന തൽമുദിലെ കെത്തോബോട്ട് 111A എന്ന ഭാഗത്താണ് ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും. ഇതനുസരിച്ച് ദൈവം ഇസ്രായേൽ ജനതയോട് ലോകരാഷ്ട്രങ്ങളോട് 3 കാര്യങ്ങൾ സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ആദ്യത്തെ സത്യം, ജൂതന്മാർ ഒരു വലിയ മതിലിനെ ഭേദിക്കുന്നത് പോലെ, അതായത് ബലപ്രയോഗത്തിലൂടെയോ കൂട്ടാമായ. ഓക്കെ. രണ്ടാമത്തെ സത്യം, അവർ പ്രവാസത്തിൽ കഴിയുന്ന രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾക്കെതിരെ കലാപം നടത്താൻ പാടില്ല. മൂന്നാമത്തെ സത്യം, ലോകരാഷ്ട്രങ്ങൾ ജൂതന്മാരെ അമിതമായി പീഡിപ്പിക്കാൻ പാടില്ല. ഈ 3 സത്യമാണുള്ളത്. തൽമൂദിക് നിയമപ്രകാരം മിശിഹ വരുന്നതിന് മുമ്പ് മനുഷ്യർ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു രാഷ്ട്രീയ രാഷ്ട്രം സ്ഥാപിക്കുന്നത് ദൈവഹിതത്തിന് വിരുദ്ധമാണെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ കരുതുന്നു. തോറയിലും തനാക്കിലും കാഴ്ചപ്പാട്. തോറയിൽ ദൈവം ഇസ്രായേൽ ദേശം ജൂതന്മാർക്ക് വാഗ്ദാനം ചെയ്തതായി പറയുന്നുണ്ടെങ്കിലും അത് ലഭിക്കുന്നതിന് കർശനമായ നിബന്ധനകൾ ഉണ്ട്. അനുസരണക്കേടും ശിക്ഷയും. ജൂതന്മാർ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുമ്പോൾ അവർ ദേശത്തു നിന്ന് പുറത്താക്കപ്പെടുമെന്നും പിന്നീട് അവർ പശ്ചാത്തപിക്കുമ്പോൾ ദൈവം തിരികെ കൊണ്ടുവരുമെന്നുള്ളതാണ് തോറയിലെ വിധി. മിശിഹയുടെ വരവ്. തനാക്കിലെ പ്രവചനങ്ങൾ അനുസരിച്ച് മിശിഹ വരുമ്പോൾ മാത്രമേ എല്ലാ ജൂതന്മാരും ഇസ്രായേലിൽ ഒത്തുചേരുകയും വിശുദ്ധ ആലയം തേർഡ് ടെമ്പിൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യുകയുള്ളൂ. ആധുനിക ജൂത വിഭാഗങ്ങളുടെ നിലപാടുകൾ. ഹരോദി ജൂതന്മാർ ഇവർ ഇപ്പോഴും വിശ്വസിക്കുന്ന ആധുനിക ഇസ്രായേൽ രാഷ്ട്രം തോറയ്ക്കും തൽമൂദിനും വിരുദ്ധമാണ് എന്നാണ്. റീജിയൻ സൈലൻസ്റ്റുകൾ ഇവർ വിശ്വസിക്കുന്ന ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ സ്ഥാപനം മിശിഹയുടെ വരവിന്റെ ആദ്യ പടി എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഗ്രന്ഥങ്ങൾ പ്രകാരം ഇത് മിശിഹയുടെ വരവോടെയാണ് വേണ്ടത് എന്നാണ് ജൂത പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഫലസ്തീനികൾ, അതായത് പലസ്തീൻ ആളുകളുടെ ജനിതക പശ്ചാത്തലം സംബന്ധിച്ച് ശാസ്ത്രീയ പഠനത്തിൽ വ്യക്തമാക്കുന്നത് അവർ ആ പ്രദേശത്തെ പുരാതന നിവാസികളുമായി ആഴത്തിലുള്ള ജനിതക ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അതായത് പലസ്തീനിലെ മുസ്ലിങ്ങൾ അവിടെയുള്ള ദേശക്കാരുമായിട്ട്, അതായത് DNA ആയിട്ട് വളരെയധികം മാച്ച് ഉണ്ട്. കനാൻകാരുമായുള്ള ജനിതക ബന്ധം. 2020 സെൽ മാസികയിൽ പ്രസിദ്ധീകരിച്ചൊരു വിപുലമായ പഠനം ഫലസ്തീനികളുടെ DNA കുറിച്ച് നിർണായകമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. ആധുനിക ഫലസ്തീനികൾക്കും ലെബനന്റ് മറ്റ് അറബി സംസാരിക്കുന്ന ഗ്രൂപ്പുകൾക്കും അവരുടെ DNA പകുതിയിലധികം ലഭിച്ചിരുന്നത് വെങ്കല യുഗത്തിലെ കനാൻകാരിൽ നിന്നാണെന്ന് ഈ പഠനം തെളിയിക്കുന്നു. 5000 വർഷം മുമ്പ് അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ നേരിട്ടുള്ള പിൻഗാമികളാണ് ഇന്നത്തെ പല ഫലസ്തീനികളെന്നും ഇത് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഹെററ്റസ് റിപ്പോർട്ടുകളും ജനിതക പഠനങ്ങളും. പ്രശസ്ത ജനിതക ശാസ്ത്രജ്ഞനായ അരിയല്ല ഒപ്പൻഹൈം നടത്തിയ പഠനങ്ങൾ ശ്രദ്ധേയമാണ്. ഹീബ്രു യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരുടെ കണ്ടെത്തലുകൾ പ്രകാരം ഫലസ്തീനികളും യഹൂദരും തമ്മിൽ വലിയ തോതിലുള്ള ജനിതക സാമ്യമുണ്ട്. ഇവർ രണ്ടും കൂട്ടരും ഒരേ പൂർവികരിൽ നിന്ന് വേർപിരിഞ്ഞവരാണെന്ന് പഠനം പറയുന്നു. പുരുഷന്മാരിൽ കൈമാറ്റം ചെയ്യപ്പെട്ട Y ക്രോമസുകളുടെ അടിസ്ഥാനമാക്കി നടന്ന പഠനങ്ങൾ ഫലസ്തീനികളിൽ ഹാപ്പോ ഗ്രൂപ്പുകൾ മധ്യപൂർവ്വ ദേശത്തെ പുരാതന ഗോത്രങ്ങളുമായി ചേർന്നു നിന്നവരാണ്. അറബ് അധിനിവേശത്തിന് മുമ്പ് അവിടെ തന്നെ ഉണ്ടായിരുന്ന പ്രാദേശിക ജനതയുടെ ജനിതക ഘടനയിൽ മാറ്റം വന്നിട്ടില്ലെന്നും മറിച്ച് അവർ ഭാഷാപരമായും മതപരമായും മാറുകയാണ് ചെയ്തതെന്നും ഈ പഠനം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഫലസ്തീനിലുള്ള മുസ്ലിങ്ങൾ കനാൻ ദേശക്കാരായിട്ട് വളരെയധികം അടുത്തവരാണെന്ന് പഠനങ്ങൾ വളരെയധികം വ്യക്തമാക്കുന്നുണ്ട്. അതറിയാത്ത ആൾക്കാരാണ് ഇവിടെ കിടന്ന് പലതും പറയുന്നത്.